ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? എൻ്റെ മോഹമൊക്കെ ഉണ്ടോ നല്ല ഇടിമിച്ചിരിക്കുന്നുണ്ടോ, നല്ല ഓല ഉറങ്ങി 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 ഉറങ്ങി. ഭയങ്കര സന്തോഷമായിട്ട് ഉറങ്ങി. എനിക്കങ്ങനെ വല്ലപ്പോഴും കേട്ടോ ഉറങ്ങാൻ പറ്റുള്ളൂ. ചിലരൊക്കെ കിടക്കുന്ന പാടെ ബെഡ് കാണുമ്പോഴത്തേ ഉറങ്ങൂലേ, എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്കൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് എണീക്കും. പിന്നെ ലൈറ്റിൻ്റെ വെട്ടം ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഉറങ്ങൂല. ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഇന്നലെ നല്ലപോലെ ഉറങ്ങി. ഇന്നലെ പെട്ടെന്ന് എത്രയാ 12 മണിയായി കിടന്ന് ഫുഡ് കഴിച്ചപ്പം. എൻ്റെ ഹസ്ബൻഡൊക്കെ വന്നപ്പോൾ ലേറ്റായിപ്പോയി. പുള്ളിക്ക് എപ്പോഴും വരുമ്പോൾ 12 മണിയൊക്കെ ആവും. അപ്പം ഇന്നലെ കബാബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കബാബ് എൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. കബാബ് ബിരിയാണി ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അത് കബാബ് അതുകൂടെ കഴിച്ച് രാത്രി കഴിച്ചു. ഞാൻ രാത്രി കഴിച്ചതറിയാം. മുദ്ദയും കബാബും പിന്നെ പാവയ്ക്കക്കറി ഉണ്ടാക്കിയായിരുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പുളിയൊക്കെ ഇട്ട്. എന്നാൽ അധികം ചാറുമില്ല, അധികം ഇതുമില്ലാത്ത ഗ്രേവി പോലെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു. അതും കൂട്ടി കബാബും കൂട്ടി ഇന്നലെ രാത്രി മുദ്ദ കഴിച്ചു. ചോറല്ല കേട്ടോ, മുദ്ദ കഴിച്ചേ. അപ്പോൾ അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. കറക്റ്റ് 5:30 എണീറ്റു. കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു. കുളിച്ചൊന്നുമില്ല കേട്ടോ, വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഫേസെല്ലാം അങ്ങനെ ഇരിക്കുന്നത്. ഫേസ് മാത്രം വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. ബ്രഷും ചെയ്ത് ഫേസ് വന്നിട്ടില്ല, ബ്രഷ് ആൻഡ് ഫേസ് വാഷ് രണ്ടും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇരിക്കുന്നത് എൻ്റെ ബെഡ്റൂമിലാണ്. ഞാൻ യൂഷ്വലി എൻ്റെ ബെഡ്റൂമിൽ വന്ന് വീഡിയോ എടുക്കത്തില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ഈ ഹാളും പിന്നെ പുറത്തെ. അതുകൊണ്ട് എപ്പോഴും ഞാൻ അവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ കുക്കു ഇവിടെ എൻ്റെ ബെഡിൽ കിടപ്പുണ്ട്. ബ്ലാങ്കറ്റിൽ ഞാൻ അവളെ കവർ ചെയ്ത് കിടത്തിരിക്കുക. അവൾ ബ്ലാങ്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അതിനകത്ത് കയറി കിടന്നോളൂ. പിന്നെ അവൾക്കൊരു ബെഡ്ഷീറ്റ് ഞാൻ വല്ലപ്പോഴും ഈ ബെഡ്റൂമിൽ ചിലപ്പോൾ കിടക്കില്ല ബെഡ്റൂമിൽ, ചിലപ്പം ഹാളിലും അവിടെ കേട്ട് കിടക്കും. അപ്പോൾ ഈ ബെഡ്റൂമിൽ കിടക്കുവാണെങ്കിൽ അവളുണ്ടല്ലോ, അവൾക്കൊരു സെപ്പറേറ്റ് ഒരു ഷീറ്റുണ്ട്, ബെഡ്ഷീറ്റുണ്ട്. ആ ഷീറ്റിൻ്റെ മുകളിലാണ് അവൾ കിടക്കുന്നത്. അവളിങ്ങനെ കെട്ടിപ്പിടിച്ചൊന്നും കിടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചില പൂച്ചകളൊക്കെ നമ്മൾ കൂടെ വന്ന് കിടക്കില്ലേ, ഈ കാലിൻ്റെ കീഴെയും പിന്നെ കൈയുടെ ഇടയ്ക്കൊക്കെ. ഇവളങ്ങനെ കിടക്കില്ല. അവളുടെ ഇഷ്ടത്തിന് അവളെ വിടണം. നമ്മൾ തൊടാനൊന്നും പാടില്ല. നമ്മളിങ്ങനെ സ്നേഹത്തോടെ അവളെങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. അതൊക്കെ അവളുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ അവളിങ്ങനെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കിടക്കാത്തതുകൊണ്ട് അവളിവിടെ കിടന്നില്ല, എവിടെ പോയിട്ട് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഇന്നിരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? ഇന്ന് ഉണ്ടാക്കുന്നത് റവ ഇഡ്ഡലിയാണ്. റവ ഇഡ്ഡലിയും കൊണ്ട് നമ്മുടെ നാട്ടിൽ റവ ഇഡ്ഡലിയും കൊണ്ട് പിന്നെ റവയും കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടാക്കുമല്ലോ. റവ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് റവ കഴിക്കാമല്ലോ, ആർക്കും വേണം റവ കഴിക്കാം. അതിനകത്ത് കുറച്ച് ഈ പിന്നെ ഇതൊക്കെ എല്ലാം ഇട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഇന്ന് കാണിച്ചു. അതാണ് ഇന്നിൻ്റെ ലഞ്ച് റെസിപ്പി എന്ന് പറയാം. റവ ഇഡ്ഡലിയാണ് കൊണ്ടുപോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് സ്മൂത്തിയാണ് കഴിക്കുന്നത്. അപ്പം എൻ്റെ ഇതുണ്ടോ, എൻ്റെ കട്ടൻ ഇവിടെ കിടന്ന് നല്ല, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഭയങ്കര മുകളിലായതുകൊണ്ട് എപ്പോഴും കാറ്റാണ്. പിന്നെ പെട്ടെന്ന് ഈ സൂര്യപ്രകാശം അടിക്കും. നിങ്ങൾക്ക് ചില വീഡിയോയിൽ കുറച്ചിങ്ങനെ ബ്ലറായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തേരം വിൻഡോ കവർ ചെയ്താലും അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇത് വെട്ടം വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പം എൻ്റെ കട്ടൻ കിടന്ന് ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. അതൊരു ഫിലിമിൽ പറഞ്ഞ പോലെ തേങ്ങാക്കൊലകൾ ഇങ്ങനെ ആടുന്നൊക്കെ പറയത്തില്ല, അതുപോലെ എൻ്റെ കർട്ടൻ ഇങ്ങനെ ആടിക്കളിക്കുക. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളെ കാണിച്ചില്ല. അതിൻ്റെ ഇടയിൽ ഒരു പരിപാടിയുണ്ട്. എന്നറിയാം, എൻ്റെ ഫ്രിഡ്ജിൻ്റെ ലാസ്റ്റ് റാക്കറില്ലേ, അതിനകത്ത് നമ്മൾ വെജിറ്റബിളൊക്കെ വെക്കൂലേ, അതൊന്ന് ഞാൻ ഓണത്തിനെടുത്ത് വെച്ചതാണ്. വെച്ച് കഴിഞ്ഞ് പിന്നെ ശരിക്കും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വെജിറ്റബിളൊന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വെച്ചു. അറിയാലോ, സമയമില്ലല്ലോ നമുക്ക്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ വെക്കില്ല. ഞാനെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇന്ന് അതൊക്കെ എടുത്ത് ഒന്ന് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് പരിപാടി. അതൊന്നും ചെയ്യാൻ രാവിലെ ടൈമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പോഴേ ഈ ബോക്സില്ലേ, ഞങ്ങൾക്ക് പുറകിൽ ഇങ്ങനെ ടാപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് മീൻസ് പെട്ടെന്ന് അകത്തൊന്നും കയറണ്ട. ഇവിടെ ഇട്ടങ്ങ് നമുക്ക് കഴുകാം. അധികമൊന്നും അടുക്കില്ലായിരുന്നു കേട്ടോ. ഏതൊരു വെജിറ്റബിളിൻ്റെ 2-3 ഇലയൊക്കെ ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ലായിരുന്നു.
കണ്ട കുട്ടപ്പനായില്ലേ? കണ്ടോ വെജിറ്റബിളൊക്കെ കിടക്കുന്നുണ്ടോ? ഇത് ഞാൻ കവറിൽ നിന്നെല്ലാം എടുത്ത് താഴെ ഇട്ടതാ കേട്ടോ. ഇനിയിപ്പോൾ സെപ്പറേറ്റ് ചെയ്യണം. ബീൻസ് അന്ന് കൊണ്ടുവന്ന പാവയ്ക്ക ഒരെണ്ണം, ഇന്നലെ രാത്രി ഒരെണ്ണം കറി വെച്ച് ഒന്നേ ഉള്ളൂ. വെള്ളരിക്ക ഇരിപ്പുണ്ട് കണ്ടോ. വെള്ളരിക്ക എന്തെന്നറിയോ, കറി വെച്ചാൽ ഞാൻ മാത്രമേ കൂട്ടുള്ളൂ മോര് കറി. അതിപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഒരു കുമ്പളക്ക ഇരിപ്പുണ്ട്. ഇതുണ്ട് കുമ്പളക്ക. ഇതുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഇങ്ങനത്തെ അല്ല അല്ലേ. ഇത് നമുക്ക് തോരൻ വെക്കാം. തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തോരൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അത് തോരൻ വെക്കും. പിന്നെ ബീൻസ്, ക്യാബേജ് എല്ലാം കുറച്ച് കുറച്ച് ഇരിപ്പുണ്ട്. കുക്കുമ്പ ഇതുണ്ട്. എൻ്റെ കുക്കുമ്പ വിൻഡോയിൽ കയറിയിരിക്കുന്നു. എൻ്റെ കർത്താവേ. കുക്കുസേ ബാമു, കുക്കുമ്പ ബാ. ഇല്ലേ വിദോക്തിയാ വീഴും താഴെ. വാ വാ വാ. കുക്കു പോയിരിക്കുന്നുണ്ട്. ആ ജനലിൽ കൂടെ കുറച്ച് താഴോട്ട് ഫുള്ള് താഴോട്ട് വീടാകട്ടെ, ഒന്നുമില്ല. ദേ അവിടെ പോയിരിക്കും അവള്. അവള് പുറലോകം കാണാൻ പോയതാ. പിന്നെ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയോ? ഇത്ര സമയം നോക്കട്ടെ. 8 o'clock ആയി. എല്ലാരും എന്നെപ്പോലെ തന്നെ ജോലിക്ക് പോകാനായിട്ട് ഇങ്ങനെ ധൃതി പിടിച്ച് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അല്ലേ. 2-3 ക്യാരറ്റ് ഉണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ ഇനി ഫെസ്റ്റിവൽ എല്ലാം സ്റ്റാർട്ടാകും. ഇവിടുത്തെ ഈ ഇത് ഒക്ടോബർ, നവംബർ, ഒക്ടോബറിലാന്ന് തോന്നുന്നു. ഈ ഒക്ടോബർ മാസം ലാസ്റ്റ് ഫെസ്റ്റിവൽ കേട്ടോ. ഇവിടെ എപ്പോഴെപ്പോഴും ഫെസ്റ്റിവലാണ്. കന്നഡക്കാർക്ക് എപ്പോഴും ഫെസ്റ്റിവലാണ്. ആകെ 2-3 മാസമുള്ള ഒരു ഫെസ്റ്റിവൽ ഇല്ലാത്ത മാസമുള്ളൂ. പിന്നെ എല്ലാ മാസവും എന്തെങ്കിലും ഫെസ്റ്റിവൽ കാണും. അതെല്ലാവരും ആഘോഷിക്കും കേട്ടോ. നമ്മൾ ഈ ഓണം നമ്മൾ ആഘോഷിക്കില്ല. ഈ പണക്കാരും പാവപ്പെട്ടവരും എല്ലാവരും ജാതി, അതുപോലെ ഇവരും എല്ലാ ഫെസ്റ്റിവലും ഇവർ ആഘോഷിക്കും. പൈസ ഇല്ലെങ്കിലും ഫെസ്റ്റിവലിന് മാത്രം ഇവർ ആഘോഷിക്കും. ഇന്നെ കുക്കുമ്പ നിൽക്കുന്നത്. കുക്കുമ്മ ആൾക്ക് ബെഡ്റൂമിൽ പോകണം. അമ്മൊരു പൊന്നിന് വന്നേ. എൻ്റെ കുക്കൂശിന് കിട്ടി. ഏനും മക്കളുടെ എൻ്റെ ഈനപ്പേ നോടും ഇങ്ങോട്ട് നോക്കിയേ. എൻ്റെ കുഞ്ഞിനെ കഴിച്ചിട്ട് എത്ര ദിവസമായി. ഇത് കണ്ടോ എൻ്റെ ആരെ ക്യാമറ അങ്ങനെ നോക്ക്. അമ്മയുടെ ഗുഡ് ഗേള കുക്കാച്ചി. അമ്മയുടെ ഗുഡ് ഗേള നോക്ക്. ഇവർക്ക് അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഓടിയല്ലേ. അമ്മയുടെ കുഞ്ഞാണോ? അമ്മയുടെ പൊന്ന. നമ്മുടെ ശുണ്ടിരി കുക്കോ ಹೋಗ್ಬೇಕಾ? ಚಕ್ಕರ್ಕಿ ನಾನು ಹೋಗು. ഓപ്പൺ ആയിട്ട് ಹೋಗು. വെള്ളം കുടിക്കാം. അവൾക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ. ഒരു വാഴയ്ക്ക, ഒരു പാവയ്ക്ക, പിന്നെ എന്താ 2-3 തക്കാളി. ഒരു തക്കാളിയാണ് ഇങ്ങോട്ട് ഓടിപ്പോയി. ഇതറിയാലോ നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് റാഡിഷ്. ഇത് ഞാൻ കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് കേട്ടോ. കുറേ ഉണ്ട് ഈ കവറിൽ. ഇത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് പെട്ടെന്ന് ഡൈജഷൻ ആകും. പിന്നെ നമുക്ക് മോഷനൊക്കെ നല്ലപോലെ ആകും. നല്ലതാണ് ഇത്, നല്ലതാണ്. പക്ഷേ ഇതെന്താണെന്നറിയോ, ഇത് ചിലർക്കിൻ്റെ സ്മെല്ല് പിടിക്കില്ല. അതുകൊണ്ടാണ്. പക്ഷേ സ്മെല്ല് പോകാതിരിക്കുന്നത് ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റോറി. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ പേഷ്യൻ്റൊക്കെ വരുമ്പോൾ ഈ കറി വെച്ചിട്ട് വരുമ്പോൾ ഭയങ്കര മണവേ. ദൈവമേ എന്ത് മണക്കുന്നത്, എന്താ മണക്കുന്നത് ഓർക്കും. പിന്നെ മനസ്സിലായി ഈ റാഡിഷിൻ്റെ സ്മെല്ലാണെന്ന്. പക്ഷേ റാഡിഷ് സ്മെല്ല് വരാതിരിക്കാൻ നമ്മൾ ആദ്യം ഇത് കറി വെക്കാൻ നമ്മൾ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഒരു സ്മെല്ല് വരിക്കില്ല. നല്ല ടേസ്റ്റാണ്. സാമ്പാറും റാഡിഷും കുറച്ച് ടൊമാറ്റോ ഇത്ര മതി. ഇത്ര കൊണ്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതാണ് റാഡിഷ് ചേട്ടൻ. റാഡിഷ് ചേട്ടൻ വയ്ക്കില്ല. പിന്നെ നമ്മളിവിടെ തുമരപ്പയർ. ഇത് ഞാൻ കുറേ ദിവസം വാങ്ങിച്ചിട്ട് കേട്ടോ. ഇതും വെച്ചിട്ടില്ല. ഇതെല്ലാം ഇനി എപ്പോൾ കഴിക്കുമോ ആവോ. പിന്നെ ക്യാബേജ്, ടൊമാറ്റോ, ഇനിതാ ഈ കോവയ്ക്ക മാത്രം എന്നറിയുമോ, ഫ്രിഡ്ജ് വെച്ചാലും അതങ്ങ് പഴുത്തു പോകും അല്ലേ. ഇനിയിപ്പോൾ അതെന്ത് വെക്കുക, തോരൻ വെക്കാനാണെന്ന് അറിയില്ല. ഇന്നലെ ഞാൻ വെച്ച എല്ലാം ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും. കോവയ്ക്ക തോരൻ മെഴുക്കുവരട്ടി നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ സാധനം പെട്ടെന്ന് പഴുത്തു പോകും. അതാ പ്രശ്നം. അപ്പോഴേ
എൻ്റെ ഇപ്പോഴത്തെ പണി കഴിഞ്ഞ് ഇനി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഞാനേ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നല്ല വെയില കേട്ടോ. അതുകൊണ്ടോ കണ്ണൊക്കെ ഇങ്ങ് ഇതായി പോകുന്നു കണ്ടോ. സൂര്യൻ ചേട്ടൻ ഇങ്ങനെ ഉദിച്ച് ഇങ്ങോട്ട് നോക്കി എൻ്റെ വീടിൻ്റെ മുമ്പിലേക്കാണ് വരുന്നത് കേട്ടോ. അവിടെ എനിക്ക് പുറത്ത് നിന്നിട്ടുണ്ടല്ലോ, അടുക്കള ഒന്ന് നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര ലൈറ്റിങ്ങാണ്, ഭയങ്കര ലൈറ്റ് കണ്ടോ. കണ്ണൊക്കെ അങ്ങ് ഇതായി പോകുന്നു. എന്ത് ലേറ്റാണ്. രാവിലെ ഏകദേശം ഒരു 8 മണിക്ക് എടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇന്ന് ലേറ്റായിപ്പോൾ. ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വാഷിങ്ങും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കുറച്ച് പെൻഡിങ്ങിലിട്ടായിരുന്നു. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചെയ്ത് വരുമായിരുന്നുകൊണ്ട് ലേറ്റായിപ്പോയി. അപ്പം ഞാനിന്നേ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന മീൻസ് ലഞ്ച് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കണം. കുക്കുമ്മയെ കാണുന്നില്ല. 2 ദിവസമായിട്ട്, കുറേ ദിവസമല്ലേ ഞങ്ങൾ കുക്കുനെ കാണിച്ചിട്ട്. ഇങ്ങനെ നല്ല അപ്പോഴേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയോ, പാസ്തയാണ്. അന്ന് ഞാനൊരു റെസിപ്പി നിങ്ങളെ കാണിച്ചില്ലേ, അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നേ. അപ്പം ഞാനത് കുറച്ചുണ്ടാക്കി. എന്തോ രാവിലെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷന്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓട്സൊക്കെ തീർന്നു പോയി. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വാങ്ങാൻ സമയം ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താ ഇട്ടെന്നറിയോ, ഇതിനകത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ആകെ ഇട്ടിരിക്കുന്നത് കുറച്ച് പച്ചമുളകും തക്കാളിയും ഉള്ളിയും മാത്രം. പിന്നെ കുറച്ച് ഗീ ഒഴിച്ചു. പിന്നെ സോസ്, ചില്ലി സോസും ടൊമാറ്റോ സോസും പിന്നെ സോയാ സോസും ഉണ്ടായിരുന്നു. അത്ര ഒഴിച്ചോളൂ. ഇതുണ്ട്, ഇത് ഹോട്ടലിപ്പോൾ നല്ല ടേസ്റ്റ്. ഇതുണ്ടോ, ഗീ നല്ലപോലെ ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇപ്പം എത്ര മണിയെന്നറിയോ, 10:30 ഇന്ന് എൻ്റെ പണിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ രാവിലെ കുളിച്ച് കുറച്ച് മീൻസ് വാഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വീട് ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ തുടച്ചു. എന്നും തുടങ്ങി കേട്ടോ. വീട് വൈറ്റ് ടൈൽസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഡസ്റ്റ് ഉണ്ടെങ്കിൽ അറിയും. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ചിലപ്പോൾ ഒരു രാവിലെയോ അങ്ങനെയൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്തിടും. പിന്നെ എന്തുവാ, കുറേ പാത്രങ്ങൾ പിന്നെയും പെൻഡിങ്ങിന് നമ്മൾ എടുക്കാത്ത പാത്രങ്ങൾ എടുക്കത്തില്ലേ, അതൊക്കെ ഇന്ന് കഴുകി വെച്ചിട്ട് കുറച്ച് ഡ്രൈ ചെയ്തെടുത്ത് മേലെ എടുത്ത് വെച്ചു. പിന്നെ എന്താ പറയാനുള്ളത്, ഇത് തന്നെ 2 ദിവസത്തേക്ക്. നാളെ കൂടെ കുറച്ച് പണിയുണ്ട്. നാളെ കൂടെ കുറച്ച് പണി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആകും. നമ്മൾ ഈ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടാകട്ടെ സമയമില്ലാത്തത്. എനിക്ക് 2-3 ഷിഫ്റ്റ് അല്ലേ, അപ്പോൾ ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ 4 മണിക്ക് വരും. 4 മണിക്കുള്ള സമയം എന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ രാത്രി ഈവനിങ് ചെയ്യുമ്പോൾ 1 hour. അപ്പം നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും 4:45 അപ്പോൾ എന്താണെങ്കിലും 5:30-6 മണി 100% ആയിരിക്കും. അപ്പോൾ 6 മണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്തെന്നറിയും, പിന്നെ കുളിക്കണം, ഫുഡ് വെക്കണം, അങ്ങനെ 8 മണിയാകും. പിന്നെ നമുക്ക് സമയമില്ല. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോ ഇങ്ങനെ എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും സമയം അങ്ങോട്ട് ഫുള്ള് പോകും. പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ 8 മണിക്ക് പോവുക. അങ്ങനെ ഒരാഴ്ച. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് 12 o'clock വരും. 12 o'clock വരുമ്പോഴും ഇതുപോലെ തന്നെ രാവിലെ വീഡിയോ എടുക്കണം, പിന്നെ കുറേ ക്ലീൻ ചെയ്യണം. അങ്ങനെ ഓടിപ്പിടിച്ച് നിങ്ങൾ ചിലപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണാതെ ഓടിപ്പോകുന്നത്. അങ്ങനെ ഓടിപ്പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലഞ്ച് അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കേട്ടോ. കണ്ടോ, ചോറ് കാണിച്ചു തരാം. കുറച്ച് ചോറേ ഉള്ളൂ. ഇതുണ്ടോ ചോറ്. ഞാൻ ബീറ്റ്റൂട്ട് തോരൻ എടുത്തില്ല കേട്ടോ, എനിക്കെന്തോ പിന്നെ മനസ്സ് വന്നില്ല. ഇഞ്ചിക്കറി അന്ന് വെച്ചില്ലേ, ഇത് കണ്ടോ എൻ്റെ ഇഞ്ചിക്കറി. ഇന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. ഇഞ്ചിക്കറി പഴകുമ്പോഴാണ് ടേസ്റ്റ് അല്ലേ. പിന്നെ ഇത് സാമ്പാർ. പിന്നെ ഞാൻ പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടം എന്ന് പറഞ്ഞ് എടുത്തതെന്ന് വെച്ചാൽ ഞാനതിൽ എൻ്റെ കൂടെ കഴിക്കാൻ വരുമ്പോഴേ അവർക്ക് 2 പപ്പടം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. അപ്പം ഇത്ര ഉള്ളൂ ഇന്നെൻ്റെ ലഞ്ച്. നാളെ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ, ടേക്ക് കെയർ. അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ.
കുക്കിംഗ് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുക്കിംഗ് വീഡിയോ ഞാൻ നാളെ എടുക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.